പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന കർത്താവായ തിരുവനന്തപുരത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് അധികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് അല്ലെങ്കിൽ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചത് പ്രഭാത പ്രാർത്ഥന, രാത്രിയിലെ പ്രാർത്ഥന, ദിവസവും 3 നേരം പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇവിടെ നാം ദൈവത്തിന് വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം വേർതിരിക്കുന്നു അല്ലത്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും പ്രാർത്ഥിക്കണം, രാവും പകലും. ഹല്ലേലൂയ. പലരുടെയും ചിന്താഗതി സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. പക്ഷെ യേശു അതല്ല നമുക്ക് കാണിച്ചു തന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം തന്നെ പ്രാർത്ഥനയായിരുന്നു. പ്രൈസ് ലോർഡ്. പിതാവായ ദൈവത്തിന്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ടി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാത്ത ദാസരൂപമെടുത്തി വേഷത്തിൽ മനുഷ്യനായി വന്ന യേശു മാനകുലത്തിന്റെ മുഴുവൻ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിലേറി മരിക്കേണ്ടതാണെന്നും താൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെന്നിട്ട് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും തന്റെ പഴയ പൊസിഷൻ ദൈവത്വത്തിലേക്ക് താൻ മടങ്ങിച്ചെല്ലേണ്ടതാണെന്നും യേശു അറിഞ്ഞിരിക്കെ തന്റെ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അതിശക്തമായി ഭംഗിയായി ഈ ഭൂമിയിൽ നടക്കുവാൻ, തനിക്കെതിരെ കടന്നു വരുന്ന പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളെ എതിരിടുവാൻ മാനുഷികമായ കരങ്ങൾ ഉപയോഗിക്കാതെ, ഹല്ലേലൂയ, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതെ തടസ്സം വരാതെ ശുശ്രൂഷ കൃത്യമായി നടക്കുവാൻ വേണ്ടി യേശു സദാസമയം പ്രാർത്ഥനയിലായിരുന്നു. ഈശ്വരോ, നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരണം. പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് നമ്മുടെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ജയം കാണും. പ്രാർത്ഥിക്കുന്നവൻ തോൽവി കാണില്ല. പ്രാർത്ഥിക്കുന്നവനെ ലോകം അറിഞ്ഞില്ലെന്ന് വന്നേക്കാം. നിങ്ങളെ ദൈവം അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം അറിയുന്നു. കഷ്ടതകളുടെ നടുവിൽ നാം ദൈവത്തിനെ മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയെന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത വിധത്തിലുള്ള കഷ്ടതകളും കഷ്ടപ്പാടുകളും കടന്നു വരാം. മരണകരമായ അനുഭവത്തിലേക്ക് നാം പോകാം. മരണകരമായ മുറിവുകൾ നമുക്കുണ്ടാകാം. ജീവിതത്തിൽ ഒരിക്കലും ഉയരത്തില്ല എന്ന് തോന്നത്തക്ക നിലയിലേക്ക് നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് എത്തിയേക്കാം. എവിടെ ഏത് സാഹചര്യത്തിൽ വന്നാലും നാം എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥനയോടെ മുന്നോട്ട് വരണം. അപ്പൊ യേശു ക്രിസ്തു രാവിലെയും വൈകുന്നേരവും രാത്രിയും പ്രാർത്ഥിച്ചു. ക്രിസ്തു 3 നേരം പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ടായിരുന്നു. യേശു അതിമഹത്വമായ ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളിലും പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ശ്രോതാവേ, നിനക്ക് എത്ര വലിയ ജോലി തിരക്കുണ്ടെങ്കിലും എത്ര വലിയ തിരക്കുള്ള വ്യക്തിയായിരുന്നാലും നിന്റെ പ്രാർത്ഥന സമയത്ത് നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചു എന്ന് മർക്കോസ് പറയെ. രാത്രിയും പ്രാർത്ഥിച്ചു. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥന രാത്രി കഴിച്ചു എന്ന് ലൂക്കോസ് സുവിശേഷം 6:12 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ കഴിയും. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് യേശു അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് ലൂക്കോസ് സുവിശേഷം 6:11-12 വാക്യം വായിച്ചാൽ കാണാനും കഴിയും. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയോടെ വേണം എല്ലാം തെരഞ്ഞെടുക്കാൻ. യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത പോലും പ്രാർത്ഥനയോട് കൂടിയായിരുന്നു. പ്രാർത്ഥനയോടെ യേശു തന്റെ ശുശ്രൂഷകളെ നിവർത്തിച്ചിട്ടും തനിക്ക് നേരെ വലിയ പോരാട്ടങ്ങൾ വന്നിരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം പ്രാർത്ഥിക്കും തോറും നമുക്കെതിരെ എതിരാളികൾ, ശത്രുക്കൾ എഴുന്നേൽക്കും. എന്നാൽ നീ തകർന്നു പോകാതെ നിന്റെ ജീവിത വിജയത്തിന് വേണ്ടി, ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി, കുടുംബത്തിന്റെ വിജയത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, നിന്നെ തകർക്കുവാൻ നോക്കുന്ന ശത്രുക്കൾ നിന്റെ മുമ്പിൽ തകർന്നു വീഴും. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ നോക്കുന്ന ശത്രുക്കൾ എന്ത് ചെയ്യും? നിനക്ക് മുമ്പിൽ വീഴും. ഹല്ലേലൂയ.
നീ ശത്രുവിന്റെ മുമ്പിൽ വീഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ശത്രുവിന്റെ മുമ്പിൽ നീ പരാജിതനായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കുകയും നിന്നെ തകർക്കാൻ ശ്രമിച്ചവരുടെ പരാജയം നിന്നെ കൺമുമ്പിൽ കാണുകയും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളെ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവസഭയെ കുറ്റം പറഞ്ഞ്, ദൈവമക്കളെ കുറ്റം പറഞ്ഞ്, ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞ് നടക്കാതെ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. വിശ്വാസ ജീവിതത്തിൽ വന്ന് കർത്താവിനോട് കൂടെ നിന്ന് നന്മ അനുഭവിച്ച്, അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ ജീവിച്ചിട്ട് അവസാനം നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ദൈവത്തിന് അകന്നുപോയി ദൈവരാജ്യത്തെ ദൈവമക്കളെ ശുശ്രൂഷയും ദൈവദാസന്മാരും പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ അപഹരിക്കുകയും ചെയ്യുന്ന അനവധി ആളുകൾ രംഗത്തുണ്ട് കേട്ടോ. അല്ലേരിയ. അനവധി മീഡിയകളുണ്ട്, സോഷ്യൽ മീഡിയകളുണ്ട്. അല്ലേരിയ. യാതൊരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് വെറും മ്ലേച്ഛമായ കാര്യങ്ങൾ സംസാരിച്ച് ജനത്തെ വിശ്വസിപ്പിക്കുന്ന അനവധി തന്ത്രശാലികളുണ്ട്. യഥാർത്ഥ വിശ്വാസത്തിൽ പോകത്തില്ല കേട്ടോ. യഥാർത്ഥ വിശ്വാസത്തിൽ കുടുങ്ങി പോകത്തില്ല. യഥാർത്ഥത്തിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന സ്വീകരിച്ച് നിൽക്കുന്ന വ്യക്തി ഒരിക്കലും ദൈവസഭയ്ക്കെതിരെ പോരാടത്തില്ല. പ്രശ്നങ്ങൾ തമ്മിലും പ്രാർത്ഥിക്കുന്നവനായിരിക്കും. രക്തം ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ രാത്രിയും പകലും പ്രാർത്ഥിക്കണം. ഒരു ദിവസം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം, എത്ര സമയം ദൈവത്തിന് സമയത്ത് ചെലവഴിക്കണം എന്നതിനെല്ലാം വ്യക്തമായൊരു മറുപടിയില്ല. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ഉദയത്തിനു മുമ്പേ അർദ്ധരാത്രിയിൽ, ഹല്ലേലൂയ, വൈകുന്നേരത്തും ഉച്ചയ്ക്കും രാവിലെയും, ഹല്ലേലൂയ, ദിവസം 7 പ്രാവശ്യം, ഹല്ലേലൂയ. യേശു അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു സമയം പ്രത്യേകിച്ച് പറയാൻ കഴിയാത്ത വിധത്തിൽ 24 മണിക്കൂറും പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകരാജ്യങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറും ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ക്രൈസ്തവ പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ക്രൈസ്തവ സമൂഹത്തെ ഭൂമി ഉന്മൂലനാശം ചെയ്ത് ആധിപത്യം പുലർത്താൻ വേണ്ടി തീവ്രവാദികൾ അതിനുവേണ്ടി എല്ലാ തന്ത്രങ്ങളും മെനയുമ്പോൾ, തീവ്രവാദികൾ ഒന്നാകെ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഓർത്തോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവവചനത്തിന് മാറ്റമില്ല. പ്രാർത്ഥനയുടെ ശക്തിയെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു തീവ്രവാദിക്കും ഭീകരവാദിക്കും വർഗീയവാദിക്കും കഴിയുകയുമില്ല. പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് ചേർന്നിരുന്ന രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിറയ്ക്കപ്പെട്ടവരായി കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി സ്നേഹത്താൽ നിങ്ങൾ ആകർഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹത്താൽ നിങ്ങൾ നിറയപ്പെടണം. ഹല്ലേലൂയ. കാൽവറിയിലെ കാൽവരി സ്നേഹത്തിൽ നിങ്ങൾ ആകർഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്നേഹത്താൽ നമ്മൾ നിറയുകയാണ്. കാൽവരി ക്രൂശിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അടുത്ത് ചെല്ലുകയാണ്. ഹല്ലേലൂയ. കാൽവരി ക്രൂശിലേക്ക് അടുത്ത് വരിക എന്ന് പറയുമ്പോൾ ക്രൂശിന്റെ മുമ്പിലേക്ക് ചെല്ലുവാനല്ല ഈ പറഞ്ഞത്. ക്രൂശിന്റെ മുമ്പിൽ ചെന്ന് ക്രൂശിനെ ചുമന്നുകൊണ്ട് നടക്കാനും ക്രൂശിനെ കഴുത്തി തൂക്കിക്കൊണ്ട് നടക്കാനും അല്ല ഞാൻ പറഞ്ഞത്. ക്രൂശിനെ വെച്ച് ആരാധിക്കുവാനല്ല പറഞ്ഞത്. ക്രൂശ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കുറ്റവാളികൾക്ക്, റോമൻ നിയമപ്രകാരം ഏറ്റവും വലിയ കുറ്റവാളികൾക്ക് ആ കാലഘട്ടത്തിൽ കൊലപാതകം, മോഷണം എന്ന് വേണ്ട അത്രയും വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിച്ചിരുന്ന, അവർക്ക് കൊടുത്തിരുന്ന ഇന്നത്തെ തൂക്കുമരം പോലെ, തൂക്കുകയർ പോലെ അന്നത്തെ ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിരുന്ന ഒരു മരണവിധിയായിരുന്നു ക്രൂശ് എന്ന് പറയുന്നത്. അത് യേശുവിന് കൊടുത്തു എന്നുള്ളതാണ്. യേശുവിനെ അതിൽ ക്രൂശിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രൂശിനെ അല്ല നമ്മൾ വണങ്ങേണ്ടത്, ക്രൂശിനെ അല്ല ആരാധിക്കേണ്ടത്, ക്രൂശിനെ അല്ല നമ്മൾ ചുമക്കേണ്ടത്. ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ വേണം നമ്മൾ ഹൃദയത്തിൽ ചുമക്കുവാൻ. യേശുവിനെ വേണം നമ്മൾ നമസ്കരിക്കാൻ. യേശുവിന്റെ പാദമെടുത്ത് വേണം വീഴാൻ. അതിന് പലരും ഇന്ന് ക്രൈസ്തവ സമൂഹം മുഴുവൻ കുരിശിന്റെ മുമ്പിലാണ്. എന്റെ ജീവിതം പറഞ്ഞാൽ ക്രിസ്തീയ ആഗോളത്തിലായിരുന്നു. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പണ്ട് ഞാൻ ഈ കുരിശിനെ ആരാധിച്ചിരുന്നത്. എന്റെ ചിന്തകളൊക്കെ കുരിശെന്നുള്ളതായിരുന്നു. പക്ഷേ ആ കുരിശ് നമുക്കൊരു കുരിശായി മാറരുത്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ക്രൂശ് ഒരു അടയാളമാണ്. ഹല്ലേലൂയ. ക്രൂശിൽ മരിച്ചവനാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ക്രൂശിൽ മരിച്ചവൻ ആ ക്രൂശിൽ തന്നെ കിടന്നില്ല, അവനെ ക്രൂശിൽ നിറക്കി. ഹല്ലേലൂയ. അരിമത്തിക്കാരനായിരിക്കുന്ന യോസേഫിന്റെ ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ അടക്കി അവൻ ശക്തിയോടെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ച പിതാവിന്റെ സൻ നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്നവനാ. ആ യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രാർത്ഥനയിൽ മാതൃകയാക്കേണ്ടത്. അപ്പൊ യേശു പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? എല്ലാ ഭാഗങ്ങളിലും വിജയശ്രീലാളിതനായി മാറി. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും തോറും ദൈവസ്നേഹത്താൽ നിറയപ്പെടും. ആ കാൽവരി സ്നേഹത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുകയാണ്. അല്ലേ? അപ്പൊ രാത്രിയും പകലും പ്രാർത്ഥിക്കുമ്പോൾ അല്ലേയ അത്തരം പ്രാർത്ഥന വീരന്മാരെ നമ്മൾ സഭയ്ക്കകത്ത് വാർത്തെടുക്കണം. രാവും പകലും പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥനാ സ്വഭാവമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, യുവാക്കന്മാരെ, യൗവനക്കാരെ തിരഞ്ഞെടുക്കണം. അവർക്കതിനുള്ള സമയം കൊടുക്കണം. അതിനുള്ള സമയത്തെ അവർക്ക് കൊടുക്കണം. സഭയിലുള്ള കുഞ്ഞു കുട്ടികളെ കൊണ്ട് സഭയ്ക്കകത്ത് പ്രാർത്ഥിച്ച് പഠിപ്പിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന, സഭായോഗത്തിനകത്ത് പ്രാർത്ഥന ചിലരുടെ കുത്തകയാണ്. ചിലർക്ക് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. പ്രായം കൂടിയ സീനിയറായിട്ടുള്ള അച്ചായന് പ്രാർത്ഥിക്കാൻ കൊടുത്തില്ല, അച്ചായ പ്രശ്നം ഉണ്ടാക്കും. അമ്മാമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ കൊടുത്തില്ല, അമ്മാമ്മ പ്രശ്നം ഉണ്ടാക്കും. സഭയിലെ സെക്രട്ടറിക്ക് പ്രാർത്ഥിക്കാൻ കൊടുത്തില്ല, പ്രശ്നം ഉണ്ടാക്കും. അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ വെറും നോക്കൂത്തിയായിട്ടിരിക്കുക. അവരെന്ന് പ്രാർത്ഥിക്കാനാ? പ്രൈസലോ. എന്നെ കേൾക്കുന്ന അച്ചായ, അമ്മാമ്മേ, നീക്കൊന്ന് മാറിക്കൊടുത്തേക്ക് യൗവനക്കാരെ, യുവാക്കന്മാരെ, നമ്മുടെ തലമുറയെ വളർത്തിക്കൊണ്ടു അവരെ പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുക. അവർ പ്രാർത്ഥിച്ച് പഠിക്കട്ടെ. ആമേൻ. നിങ്ങൾ മനസ്സ് മുഴുവൻ കഠിനതയും വെച്ചുകൊണ്ട് നിങ്ങൾ പിറവിറപ്പിലൂടെ നിങ്ങൾ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പറഞ്ഞ് പൗറും പറഞ്ഞ് ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. മനസ്സോടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് കേട്ടോ. രക്തം ചെയ്യും. അപ്പം ഇവിടെ നിങ്ങൾ പ്രാർത്ഥന വീരന്മാരെ നമ്മൾ സഭയ്ക്കകത്ത് തിരഞ്ഞെടുക്കണം. രക്തം ചെയ്യും. അല്ലേലിയ. അവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ഇടിവി നിൽക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി നമ്മൾ ഇടിവി നിൽക്കണം. അവർക്ക് പ്രാർത്ഥനാ കൃപത കൊടുക്കുവാൻ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ദൈവരെ നിറയ്ക്കുവാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ഇടിവി നിൽക്കണം. രക്തം ചെയ്യും. പ്രൈസലോ. യേശു അതുകൊണ്ട് ആണാലിയ നമുക്ക് ഈ പ്രാർത്ഥനയുടെ ഒരു മാതൃകയായിട്ട് നിൽക്കുന്നത്. ശിഷ്യന്മാര് പോലും പറഞ്ഞത്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാര് പോലും യേശുവിനോട് പറഞ്ഞു. അപ്പൊ യേശുവിനെ പ്രാർത്ഥനയുടെ പഠിപ്പിച്ചു. അല്ലെ, മത്തായി ആർഷൊക്കെ വായിച്ച കാണാൻ, സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുടെ മാതൃക ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ തലമുറയെ പ്രാർത്ഥനയിലേക്ക് മടക്കി കൊണ്ടുവരണം. ഇന്നത്തെ കാലങ്ങളിൽ ഈ മൊബൈലും കൊടുത്ത് അല്ലെങ്കിൽ ടാബും കമ്പ്യൂട്ടറും ഒക്കെ കൊടുത്തിട്ട് അവരെ അതിന്റെ മുമ്പിലിരുത്തി അവരെവിടെ നിർത്തുകയും ചെയ്യട്ടെന്ന് ചിന്തിക്കാതെ അതൊക്കെ അവരുടെ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വിശുദ്ധ വേദവസ്തു എടുത്ത് കൈ കൊടുക്കണം. ഈശ്വരോ. അല്ലേലിയ. ഞാൻ പറയട്ടെ, എന്റെ സഭയൊക്കെ ചെറിയ സഭയാണ്, വെറും ചെറിയ സഭയാണ്. പക്ഷെ ഇവിടെ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നവർക്ക്, ഈ സഭയിലുള്ളവർക്കും മൊബൈൽ നോക്കി പാട്ട് പാടാനോ മൊബൈൽ നോക്കി വചനം വായിക്കാനോ ഒന്നും ഞാൻ അനുവദിക്കത്തില്ല. നീ ഈ സഭയിൽ വരുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ആരാധനയ്ക്ക് വേണ്ടി യോഗത്തിന് കരുതുന്നു വരുന്നുണ്ടെങ്കിൽ നീ ബൈബിളുമായിട്ട് വരണം. അത് ലജ്ജ കൂടാതെ ഉയർത്തി പിടിക്കുക. ബൈബിളിൽ എനിക്ക് പിടിക്കുന്നതിനകത്ത് ലജ്ജയില്ല, നാണമില്ല, മാനക്കേടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് എഴുതി തന്ന തിരുമൊഴികളെ, തിരുവചനത്തെ നമ്മൾ കരം കൊണ്ട് ഉയർത്തി അതും കൊണ്ട് എഴുന്നേറ്റ് വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇന്നത്തെ സഭകളിലൊക്കെ ഈ മൊബൈലാ. പാട്ടുപാടാനും അല്ലെങ്കിൽ വചനം വായിക്കാനും പ്രസംഗിക്കാനും ഒക്കെ മൊബൈലാ. അല്ലേ? ചില ദൈവദാസന്മാരെ ടാബ്, ലാപ്ടോപ്പ് ഉപയോഗിക്കണം. അതിനൊന്നും ഞാൻ തെറ്റി പറയുന്നില്ല. ടാബൊക്കെ ഉപയോഗിക്കാം. കാരണം ടാബിനകത്ത് ഇഷ്ടംപോലെ മെസ്സേജുകളൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. ലാപ്ടോപ്പിലൊക്കെ വെക്കാം. പഠിപ്പിക്കാനും ഒരുപാട് പ്രസംഗങ്ങൾ പഠിച്ചു വെക്കാൻ. അതുകൊണ്ട് അവർക്ക് പരാജയം വരുന്നില്ല. ഇന്ന് പലരും ശുശ്രൂഷയ്ക്ക് പോകുന്നത് അവിടെ സഭയിൽ ചെന്നിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതിന് തുമ്പ് സഹോദരി പ്രാർത്ഥിച്ചതിന്റെ ഏതെങ്കിലും വശം പിടിച്ച്, അല്ലെങ്കിൽ പാസ്റ്റർ ആ സങ്കീർത്തനം വായിച്ചവൻ കിട്ടിയ ഭാഗം എടുത്ത് പ്രസംഗിക്കാൻ അനവധി പ്രവാചകന്മാരും ശുശ്രൂഷകന്മാരും ചെയ്യുന്നത്. അവർ പറയും, ഞാൻ എന്നെ പാസ്റ്റർ വിളിച്ചതോട് ഞാൻ ആലോചിക്കും, എനിക്കൊന്നും കിട്ടിയില്ല. ഇവിടെ വന്നിരുന്നിട്ടും കിട്ടിയില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം കിട്ടി. നീ അവരുടെ സഭയിൽ വന്നിരുന്നത് അപ്പൊ ഇപ്പം കിട്ടില്ല. അപ്പം വിശ്വാസികളെ പറഞ്ഞ് വ്യാജന്മാരായിരിക്കുന്നു ഉപദേശകന്മാര്. അങ്ങനെയല്ല, നീ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങി വരണം. നിനക്കൊരു ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ ഒരുങ്ങി നീ അനവധി മെസ്സേജുകൾ നീ പഠിക്കണം. അനവധി മെസ്സേജുകൾ പഠിച്ച് വേദപുസ്തകത്തിനകത്ത് പഠിച്ച് ബുക്കിലോ അല്ലെങ്കിൽ നല്ല ഡയറിയിലോ അല്ലെങ്കിൽ നല്ല ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ മേടിച്ച് അതിനകത്ത് ആ മെസ്സേജ് സേവ് ചെയ്യണം. എന്നിട്ട് നല്ല ഒരുക്കത്തോടെ സഭയിൽ വരണം. അപ്പൊ സഭയിൽ വന്ന് ഈ തപ്പിത്തടഞ്ഞൊന്നും നോക്കണ്ട. തപ്പിത്തടഞ്ഞ് അവിടെയും തപ്പി ഇവിടെയും തപ്പി അവരുടെയും പിറക്കി ഇവരുടെയും പിറക്കി നിൽക്കേണ്ട കാര്യമില്ല. അല്ലേലുയ സോദർ. യൂട്യൂബ് വെച്ച് കേൾക്കുകയും അങ്ങനെയുള്ള പ്രസംഗമൊന്നും കേൾക്കണ്ട. നീ നന്നായിട്ട് ഒരുങ്ങി മെസ്സേജ് സ്വരൂപിച്ച് വരണം. ഇന്നത്തെ കാലം അങ്ങനെയുള്ള ശുശ്രൂഷന്മാർ കുറവാകട്ടെ. പക്ഷെ ഞാൻ എവിടെ പോയാലും ഞാൻ ശുശ്രൂഷയ്ക്ക് നേരത്തെ ഒരുങ്ങി നന്നായിട്ട് മെസ്സേജ് തയ്യാറാക്കി നല്ല ഡയറി അത് നല്ല നോട്ടൊക്കെ കുറിച്ചാണ് പോകുന്നത്. ഒന്ന് ഡയറി അല്ലെങ്കിൽ നല്ല നോട്ട് കുറിച്ച് അത് ടൈറ്റ് ചെയ്ത് അങ്ങനെ ആക്കിയാണ് പോകുന്നത്. അല്ലേരിയ. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്ന് തപ്പിത്തടയത്തൊന്നുമില്ല. എനിക്ക് തരുന്ന ശുശ്രൂഷ ഞാനൊക്കെ ചെയ്യും. അല്ലേരിയ. കാരണം ഞാൻ നേരത്തെ ഒരുങ്ങി ഇന്ന് ആ സഭയ്ക്ക് അല്ലെങ്കിൽ ആ മീറ്റിംഗ് അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം എന്നുള്ള നേരത്തെ ദൃഢനിശ്ചയം എനിക്കുണ്ട്. പ്രൈസറും
ഇന്ന് അതില്ലാത്തവരാ. അപ്പോൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭയ്ക്കകത്ത് അനുഗ്രഹം കുറഞ്ഞു, നന്മയുടെ വാതിൽ അടഞ്ഞു, അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രവർത്തിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നില്ല, ദൈവസാന്നിധ്യത്തിന് വെളിപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷകൾക്കെല്ലാം മങ്ങലേറ്റു. ദൈവസഭയുടെ ശുശ്രൂഷകൾക്ക് മങ്ങലേറ്റത് പ്രാർത്ഥനയുടെ കുറവാണ്. പ്രൈസലോ. എപ്പോൾ പ്രാർത്ഥന സഭയ്ക്കകത്ത് കുറഞ്ഞോ, സഭയ്ക്കകത്ത് പ്രാർത്ഥന അന്തരീക്ഷം നഷ്ടപ്പെട്ടു, അപ്പോൾ ശുശ്രൂഷയുടെ കുറഞ്ഞെന്നുള്ളതാ. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, രക്തം ചെയ്യും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അതികാലത്തെ ഇരുട്ടോടെ അവൻ നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കകത്ത് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. യേശു 3.5 വർഷം തന്റെ ശുശ്രൂഷ ജയഗാംഭീര്യത്തോടുകൂടി ചെയ്തത് തന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ബദലേ നിന്നെ ആ ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ശ്രോതാവിൽ ദൈവം നിനക്കാണ് നന്മകളും വെളിപ്പാടുകളും ദർശനങ്ങളും കൃപകളും തരുന്നത് കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, രക്തം ചെയ്യും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും, ഹല്ലേലൂയ, അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ എന്ന് നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഒരുപാട് ചിന്തിക്കാറുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിച്ച് പറഞ്ഞു പോകാം. അപ്പൊ ന്യായാധിപനും വിധവയും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഹല്ലേലൂയ. അപ്പം മടുത്തു പോകാതെ ഇപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായി, ഈ ന്യായാധിപന് മനസ്സില്ല, ഇവൾക്ക് പ്രതിയോഗിയുണ്ട്. ഈ വിധവയ്ക്ക് അവൾക്ക് ആ പ്രതിയോട് തരണം ചെയ്ത് നിൽക്കാൻ കഴിയത്തില്ല. അവന്റെ ശത്രുത വർദ്ധിക്കുക. പക്ഷെ പട്ടണത്തിലുള്ള ന്യായാധിപന്റെ ഇരിക്കൽ ഈ വിധവ ചെന്നിട്ട് പറഞ്ഞു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടും ഈ ന്യായാധിപന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. അല്ലലിയ. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്പസമയം കഴിഞ്ഞ് ന്യായാധിപന് ഒരു സുബോധം വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ലെങ്കിലും ഈ വിധവ എന്നെ അസഹ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും രക്ഷിക്കും. അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ഈ അനീതിയുള്ള ന്യായാധിപൻ പറയുന്ന വചനമാണ്, ഹല്ലേലൂയ, സ്തോത്രം, പറയുന്ന വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നതിന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ ദൈവ സാന്നിധ്യം, നാം ദൈവത്തെ സന്നിധി നമ്മുടെ വിഷയമായി, നമ്മുടെ പ്രതിയോഗികമായ വിഷയമായി കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ നാം ഒന്നായി നാം ദൈവത്തോട് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ആ വിഷയത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുക എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് നിങ്ങളും ഭൂമിയിൽ ഓരോ ന്യായാധിപന്മാരുടെ അരികെ ചെല്ലുമ്പോഴും ഓരോ ഓഫീസിലും നിങ്ങൾ കയറി ഇറങ്ങുമ്പോഴും നിങ്ങൾ പ്രാർത്ഥനയോട് ചെല്ലണം. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സർക്കാർ ഓഫീസുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിഷയത്തിന് വേണ്ടി പല തവണ കയറണം. ഒന്ന് ചെല്ലും ഓഫീസർ കാണത്തില്ല, നാളെ ചെല്ലും കാണത്തില്ല, മറ്റന്നാൾ ഇപ്പം വരും, കുറച്ച് കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞ് വരും, രാവിലെ വരും, വന്നു കഴിയുമ്പോൾ മൂക്കും മുഞ്ചിയൊക്കെ കണ്ട നാളെ വാ, മറ്റന്നാൾ അടുത്ത ആഴ്ച വാ എന്നൊക്കെയാ. എന്ന് പറഞ്ഞാൽ ഈ ന്യായാധിപൻ അങ്ങനെ ഇവളോട് കുറെ കാലത്തേക്ക് അവളുടെ വിഷയത്തിൽ പ്രതിക്രിയ കൊടുക്കാൻ മനസ്സിലായിരുന്നു അവന്. പിന്നെ അവന് മനസ്സിലായി, അവളെന്റെ മുഖത്തടിക്കും, അതുകൊണ്ട് ഞാൻ അവളുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കണം. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, നാം ദൈവത്തിന് നിലവിളിക്കുന്നവനാണെങ്കിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. എന്നെ കേൾക്കുന്ന ശ്രോതാവെ, അടഞ്ഞ വാതിലുകൾ നിന്റെ മുമ്പിൽ ഉണ്ട്. നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ പല വാതിലുകൾ നിന്നിൽ കൊട്ടിയടയ്ക്കുമ്പോൾ, പല വാതിലുകൾ നിന്നിൽ അടഞ്ഞു കിടക്കുമ്പോൾ, മാനുഷികമായ ചിന്ത കൊണ്ട്, ബുദ്ധി കൊണ്ട് പല വാതിലുകൾ നിനക്ക് തുറക്കാൻ കഴിയാതെ വരുമ്പോൾ, നീ ദൈവരാജ്യത്തിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങുന്നെങ്കിൽ നിനക്ക് മുമ്പിൽ കൊട്ടിയടച്ച വാതിലുകളെല്ലാം ദൈവം തുറന്നിടും. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ നന്മയുടെ, നിന്റെ അനുഗ്രഹത്തിന്റെ, നിന്റെ ഉയർച്ചയുടെ, നിന്റെ ഭാവിയുടെ, നിന്റെ തലമുറയുടെ, നിന്റെ ഒരു സ്തോത്രം കുടുംബത്തിന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന വാതിലുകൾ ലോകം കൊട്ടിയടയ്ക്കുമ്പോൾ അതിനെ തുറക്കുവാൻ കായിക ശക്തിയല്ല നമുക്ക് ആവശ്യം, പ്രാർത്ഥനയാണ് ആവശ്യം. രക്തം ചെയ്യും.
ഈശ്വരോ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, തകർച്ചയുടെ നടിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ, നിന്റെ മുമ്പിൽ എല്ലാം വാതിലും കൊട്ടിയടയ്ക്കുമ്പോൾ, എല്ലാവരും നിന്നെ കൈവിട്ടു എന്ന് തോന്നുമ്പോൾ, ഹല്ലേലൂയ, 4 സൈന്യം പ്രതിയോഗി നിനക്ക് എഴുന്നേറ്റ് നിനക്കെതിരെ ആക്രോശമായി കടന്നു വരുമ്പോൾ, നിനക്കെതിരെ കള്ള പരാതിയും വ്യാജ പരാതിയുമായി കടന്നു വരുമ്പോൾ, നിന്നെ കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ വരെ അപവാദങ്ങൾ പറഞ്ഞ് സൃഷ്ടിക്കുമ്പോൾ നീ അവിടെ ഭാരപ്പെട്ടു പോകരുത്. നീ ദൈവത്തിന് മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. രക്തം ചെയ്യും. നമ്മൾ ദൈവത്തിന് പ്രാർത്ഥിച്ചാൽ മതിയെന്നേ. പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും വലിയ ആത്മബലം എന്ന് പറയുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കും തോറും നാം ബലപ്പെടുകയാണ്. പ്രാർത്ഥിക്കും തോറും നാം യേശുവിനോട് ചേർന്നിരിക്കുക, പറ്റിയിരിക്കുക. പ്രാർത്ഥിക്കും തോറും നാം ഹൃദയത്തിന്റെ അല്ലെങ്കിൽ അകത്ത് ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കും തോറും നമ്മൾ കർത്താവിന്റെ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ സ്പന്ദനം പോലും കേൾക്കാൻ നമ്മുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹം ഉണ്ടാകും. ഈശ്വരോ, അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന ആ അനുഭവം, പ്രാർത്ഥന ആത്മാവ് വേണമെന്നുള്ളതാണ്. പലർക്കും പ്രാർത്ഥനയുടെ ആത്മാവില്ല. ആത്മാവുണ്ട്, മനുഷ്യാത്മാവുണ്ട്, പക്ഷെ പ്രാർത്ഥനയുടെ ആത്മാവില്ല. പ്രാർത്ഥനയുടെ ആത്മാവ് നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറയണം. ഈശ്വരോ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നിന്റെ ദുർസ്വഭാവങ്ങൾ മാറ്റിവെച്ചിട്ട്, ഹല്ലേലൂയ, എന്ന് പറഞ്ഞ് കള്ളു കുടിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ആത്മാവിനെ കിട്ടത്തില്ല. പുക വലിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ച, ഹല്ലേലൂയ, പുകയില ഉപയോഗിച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആത്മാവ് കിട്ടത്തില്ല. വ്യാജം പറഞ്ഞും കളവ് പറഞ്ഞും തെരു പറഞ്ഞും ചൂഷണം പറഞ്ഞും ദൈവസഭയ്ക്കത്ത് കലഹമുണ്ടാക്കിയും ദൈവദാസന്മാരെ ചീത്ത വിളിച്ചും ദൈവമക്കളെ ചീത്ത വിളിച്ചും ഒക്കെ നീ വന്നിരുന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രാർത്ഥന ആത്മാവിനെ കിട്ടത്തില്ല. ഹല്ലേലൂയ, ദിവ്യാഗ്രഹവും ദുരുപദേശവും അത് എന്നോട് ജടികമായ ജീവിതമൊക്കെ നയിച്ചിട്ട് വന്നിരുന്നാലും പ്രാർത്ഥനയുടെ ആത്മാവിനെ കിട്ടത്തില്ല. പ്രാർത്ഥനയുടെ ആത്മാവ് നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ നീ ജീവിത ശുദ്ധി ക്രമീകരിക്കണം. ജഡത്തിനെ ആത്മാവിനെ സകല കൺവെർഷൻ നീക്കി ദൈവത്തിൽ വിശുദ്ധി തികച്ചു വരുന്നവൻ, അവിടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നവൻ, ഈ ലോകത്തിന് അന്യപരായി തീരാത്തവൻ, നന്മയും പ്രസാദം പൂർണ്ണതയും തിരിച്ചറിയുന്നവൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്നവൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവൻ, മാനസാന്തരപ്പെട്ട കർത്താവിന്റെ കൽപ്പനയാൽ സ്നാനം സ്വീകരിക്കുന്നവൻ, അങ്ങനെയുള്ളവരിൽ മേലാണ് ദൈവം പ്രാർത്ഥനയുടെ ആത്മാവിനെ പകരുന്നത്. രക്തം ചെയ്യും. അപ്പൊ നമ്മൾ പ്രാർത്ഥനയുടെ ആത്മാവ് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ആത്മാവാണ്. പണം രണ്ടാമതാ കേട്ടോ, പണം രണ്ടാമതാ. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയുടെ ആത്മാവ് രണ്ടാമതാണ് നമ്മുടെ കുടുംബം കേട്ടോ. ചിലപ്പോൾ ഒന്നാമതാ കുടുംബം പറയും. കുടുംബം വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ. കുടുംബം പോലും നമ്മൾ പ്രാർത്ഥിച്ചല്ലേ വാങ്ങുന്നത്. ജീവിത പങ്കാളിയെ മക്കളെയൊക്കെ പ്രാർത്ഥിച്ചില്ല. അപ്പം പ്രാർത്ഥനയ്ക്ക് 1 സ്ഥാനം കൊടുത്ത് 2 സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ കൊടുക്കണം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ 2 സ്ഥാനം നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, കുടുംബജീവിതം ചെയ്യുന്ന ഭാര്യയ്ക്ക്, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. ഹല്ലേലൂയ. 2 സ്ഥാനം. അത് കഴിഞ്ഞ് നിങ്ങൾ പണത്തിലേക്ക് പോകാവുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ആദ്യ പണത്തിൽ ദിവ്യാഗ്രഹത്തിലേക്ക് പോകും. അതുകൊണ്ട് ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലെന്ന് പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൃപ എന്ന് പറയുന്ന പ്രാർത്ഥനയായിരിക്കണം. പ്രൈസ്. പ്രാർത്ഥിച്ച അപ്പോസ്തലന്മാരുടെ പേരെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തതിനു ശേഷം അവർ യെരൂശലേമിൽ നിന്ന് മാളികപ്പടിയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. 101 പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാർ 2 വരുമ്പോൾ കണ്ടത് അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അവർ പ്രാർത്ഥിച്ചവന്റെ മേൽ ആത്മാവ് ഇറങ്ങിയത്. പ്രാർത്ഥിച്ചവന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ രീതി മാറി, സ്വഭാവം മാറി, പ്രാർത്ഥനയുടെ ശബ്ദം മാറി, പ്രാർത്ഥനയ്ക്ക് അത്ഭുതം നടക്കാൻ തുടങ്ങി, അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങി. പ്രാർത്ഥിച്ചവന്റെ ശുശ്രൂഷ നൽകി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ എന്തിനും പ്രാർത്ഥന ആവശ്യം. പലരുടെയും പ്രാർത്ഥന ചേപ്പനമാ. ചിലർക്ക് കാണത്തില്ല, ഈ പെന്തക്കോസുകാർ പോലും ഈ ചൂയിങ്ങും ബബിൾക്കും ഒക്കെ തിന്നിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കാണത്തില്ലേ. സഭയ്ക്കകത്ത് പോലും ചിലന്തൊക്കെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരിക്കലും ഒരാളെ ചോദിച്ചു, വായനാറ്റത്തില്ല. ഞാൻ ഇവിടെ തുപ്പിക്കളയാൻ, ഞാൻ ശുശ്രൂഷിക്കുന്ന നേരത്തെ ചൂയിങ്ങോ ബബിൾക്കോ ഒന്നിട്ടുണ്ട് ഇരിക്കാൻ പറ്റാതെ ഇവിടെ തുപ്പിക്കളയാൻ പറഞ്ഞു. അല്ലേ സോദരൻ, നമ്മളതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വായനാറ്റോടെ നന്നായിട്ട് ബ്രഷ് ചെയ്യണം. നന്നായിട്ട് ഫേസിട്ട് ബ്രഷ് ചെയ്ത് വായിൽ വെള്ളം ഒഴിക്കണം. ആഹാരം തിന്നതിന് ശേഷവും ആഹാരം തിന്നു കഴിഞ്ഞിട്ടും പല്ല് തേക്കണം. ഇതെല്ലാം കൂടെ പല്ല് തേക്കത്തില്ല, വായി വെള്ളം ഒഴിക്കത്തില്ല. പിന്നെ വായനാറ്റമെന്ന് പറഞ്ഞിരിക്കും. പിന്നെ ഭൂമി കിടക്കുന്ന ഈ കച്ചറയിലവിടെ മേടിച്ചു അതൊന്ന് സഭയിലിട്ട് തിന്നുക. ഹല്ലേലൂയ. അതൊക്കെ ഒഴിവാക്കണം കേട്ടോ. മുറുക്കുക, തുളസിപ്പാക്ക് തിന്നുക. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന പ്രശ്നം, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നില്ല. ദൈവം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചേക്കാണ്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന എത്രയേ ദൈവം കേൾക്കുന്നത്. അല്ലേലിയ. അപ്പം പാപി ഇരുന്ന് പ്രാർത്ഥിക്കും, വല്ലേലിയ. പാപി പ്രാർത്ഥിച്ച് പാതാളത്തിലേക്ക് പോകും, വല്ലേലിയ. പാപി പ്രാർത്ഥിക്കുന്നത് പാപം പരിഹരിക്കാതാ. പാപി പ്രാർത്ഥിക്കുന്നത് പാതാളത്തിന്റെ ഉടയോടാ. എന്ന പാപി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ആമീൻ വിശുദ്ധന്റെ കൂട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ, വിശുദ്ധന്മാരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗം സ്വീകരിക്കും. അല്ലെങ്കിൽ പാപിയുടെ പ്രാർത്ഥന പാതാളത്തിലേക്ക്. അല്ലേലിയ. ഇന്ന് അനവധി പ്രാർത്ഥനക്കാരും പാപികളാ. അവരുടെ പ്രാർത്ഥന എങ്ങോട്ടാ? പാതാളത്തിലേക്ക്. അവർ പറയും, ഞങ്ങളെങ്ങ് എത്തിക്കുമോ പറയും. ഞങ്ങളങ്ങ് പ്രാർത്ഥന എത്തിക്കുക. 101 പ്രാവശ്യമൊക്കെ അങ്ങ് ഉരുട്ട്, 101 പ്രാവശ്യമൊക്കെ വെച്ച് അങ്ങ് ഉരുട്ടി ചൊല്ലിട്ട് പറയും, ഞങ്ങളങ്ങ് എത്തിക്കുകയെന്ന് പറയും. എവിടെ എത്തിച്ചെന്നാ, എന്തോ എത്തിച്ചെന്നാ നിങ്ങൾ ഈ പറയുന്നേ? എന്തോ എത്തിച്ചെന്നൊക്കെ പറയുന്നു. അല്ലേലിയ. എനിക്കത് മനസ്സിലായി. ഞാനും ആ ഭാഗത്തുനിന്ന് കിടന്നുകൊണ്ട് എത്തിക്കത്തു. അങ്ങനെ നമ്മളൊന്നും എത്തിക്കേണ്ട പ്രിയരേ. നമ്മൾ ശുദ്ധ ഹൃദയത്തോടെ വിശുദ്ധനായി നിന്ന് വിശുദ്ധ ഹൃദയത്തോടെ, നിഷ്കളങ്ക ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ധൂപമായിട്ട്, അല്ലേ, നമ്മുടെ പ്രാർത്ഥന ധൂപമായി നമ്മുടെ കൈമല സന്ധ്യായകമായി എന്ന് ദൈവത്തിലേക്ക് പോകോളും. അത് ദൂതന്മാർ വഹിച്ചുകൊണ്ട് നമ്മുടെ പിതാവിന്റെ സന്നിധി കൊണ്ട് കൊടുക്കും. അല്ലേ, അവിടെ നിന്നും ദൈവം നമുക്ക് മറുപടി അയക്കും. അല്ല, നമ്മൾ എത്തിക്കാനൊന്നും നിൽക്കണ്ട. എത്തിക്കാന്ന് പറഞ്ഞാൽ 2 റോഡ് തമ്മിൽ എത്തിക്കുന്നത് പോലെയാണ്. 2 റോഡ് തമ്മിൽ എത്തിക്കുക, 2 കര തമ്മിൽ പാലം പണിത് എത്തിക്കുന്നു. അതല്ല പ്രാർത്ഥന കേട്ടോ. അല്ലേലിയ. സ്വതന്ത്രം. അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ ഞാനതിലൊന്നും വിശ്വസിക്കാത്ത ആളാണ്. വേദപുസ്തകം ജഡത്തിലെ ആത്മാവിലെ സ്ഥല കർമ്മശുദ്ധിക്ക് ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തെ പ്രസാദമായ യാഗമായി ഈ ലോകത്തിന് അനുഗ്രഹത്തിൽ നന്മയും പൂർണ്ണതയും മനസ്സിലാക്കി മനസ്സ് പുതുക്കി വിശുദ്ധനായിരിക്കുന്നവന്റെ പ്രാർത്ഥന. അതിന് വേദപുസ്തക അടിസ്ഥാനമാണ്. ഞാൻ പറഞ്ഞു വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ റെഫറൻസ് പറഞ്ഞില്ല എന്ന് മാത്രം. അത് നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, നമ്മൾ ഏത് സ്ഥലത്ത് പോയിരുന്നാലും, ഏത് രാജ്യത്ത് പോയിരുന്നാലും പ്രാർത്ഥിക്കണം. അല്ലേലിയ. സ്തോത്രം. ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പെന്തക്കോസ്തുകാരെ പ്രാർത്ഥിക്കുന്ന സമൂഹത്തെ വളരെ ചീത്ത പറഞ്ഞ ഒരു സഹോദരിയാണ്. അല്ലെങ്കിൽ വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ അവർ എന്ത് ചെയ്തു? പിന്മാറിപ്പോയിട്ട് മറ്റ് ദൈവങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവസഭയെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അല്ലേലിയ. സ്തോത്രം. അല്ലേലിയ. എന്നിട്ട് സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, തെക്കുള്ളവരെല്ലാം വെറും മോശക്കാരാണ്. തെക്കുള്ള പെന്തക്കോസ്തുകാർ മുഴുവൻ വെറും മോശമായി ജീവിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞ തെക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ അറിയാം? അല്ലേ, തെക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ അറിയാം? എനിക്ക് തെക്ക് പാസ്റ്റക്കാട്ടിക്കുള്ളത്, ഞാൻ തെക്കെല്ലാം പോയിട്ടുള്ളത്. ഞാൻ തെക്ക് അവർക്ക് തിരുവല്ല അറിയാം, കുമ്പനാട് അറിയാം. ഞാൻ പറഞ്ഞു, നിങ്ങളവിടെ വല്ലപ്പോഴും ഒക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അറിയണമെന്നില്ല. ഈ സഹോദരി അറിയുന്നത് എന്റെ പേര് കിടക്കുന്ന പാപ്പച്ചമ്പാസ് ഗുരുവായിരുന്നല്ലേ. ഞാൻ ഈ ദേശക്കാരനെ ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ടവനാണെന്നുള്ളതാണ്. അതുകൊണ്ട് പാർശ്വ ഇവിടെ താമസിച്ച പാർശ്വ ഗുരുവായിരുന്നില്ല. ഞാൻ തെക്കുനിന്ന് ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്നതാണെന്ന് ആ പുള്ളിക്ക് അറിയത്തില്ല, ആ സൗകര്യക്ക് അറിയത്തില്ല. ഞാൻ തിരുത്താനും പോയില്ല. കാരണം അവരുടെ ഉള്ളിൽ സാത്താൻ കയറിയിരിക്കുക. അവർ പിശാച് കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവസഭയെ ദൈവമക്കളെയും വെറുതെ ചീത്ത വിളിക്കുന്നതാണ് അവരുടെ സ്വഭാവം. അല്ലേലൂയ. സോദരൻ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവദാസന്മാരെ ദൈവമക്കളെ ചീത്ത വിളിക്കുകയോ ദൈവസഭയെ ചീത്ത ശുശ്രൂഷിക്കുന്നതിനെ ചീത്ത വിളിക്കുകയോ ചെയ്തിട്ട് ദൈവസഭയെ അവകാശപ്പെടുത്തിയിട്ട് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ദൈവസഭയ്ക്ക് വിരോധമായി നിന്നിട്ട്, ദൈവസഭയെ ഉപദ്രവിച്ച് ശുശ്രൂഷയ്ക്ക് വിരോധമായി നിന്നിട്ട്, നിങ്ങൾ എത്ര ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട്, വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. അല്ലേലൂയ. ദൈവം കേൾക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധിയിലൂടെ വരുന്ന പ്രാർത്ഥനയ്ക്കകത്താണ്. അല്ലാതെ ദൈവസഭയ്ക്കകത്ത് കലഹമുണ്ടാക്കി, ഇറച്ചമുണ്ടാക്കി, വെല്ലുവിളിച്ച് സഭയുടെ കസേര കമ്പറ്റി ഉണ്ടാക്കി, പണം ഉണ്ടാക്കി, ദിവ്യാഗ്രഹത്തിലൂടെ പലതും ചെയ്തിട്ട് നിങ്ങൾ എന്തെല്ലാം ചെയ്താലും ദൈവം ശ്രദ്ധിക്കത്ത് പോലുമില്ല.
ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. പത്രോസിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ദാവീദയ്ക്ക് ഹല്ലേലൂയ പുതുജീവിതം കൊടുത്തെങ്കിൽ, പത്രോസിന്റെ പ്രാർത്ഥനയ്ക്ക് അയനയാസിന് ദൈവം സൗഖ്യം കൊടുത്തെങ്കിൽ, പത്രോസിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. നിന്നിലൂടെ ചില കൃപകളെ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിച്ച ചില കുടുംബങ്ങൾ വിടുതൽ പോലും തരാൻ ദൈവം നിന്നെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിനേക്കാൾ വലിയ ശുശ്രൂഷയാണ്. പ്രസംഗിക്കാൻ ഒരുപാട് പാടുപെടണം. പ്രസംഗിക്കണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വചനം ധ്യാനിക്കണം. ഹല്ലേലൂയ. എല്ലാ ദിവസവും വചനം പ്രസംഗിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, വചനം കണ്ടുപിടിക്കണം, അതിന് മെസ്സേജ് ഉണ്ടാക്കണം, ദൂതുകൾ പ്രാപിക്കാൻ വലിയത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാനും വളരെ അധ്വാനം ആവശ്യമാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എങ്ങനെയായിരിക്കണം പ്രാർത്ഥനയ്ക്കകത്ത് എന്തെല്ലാം വേണം, പ്രാർത്ഥനയ്ക്കകത്ത് എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നൊക്കെ നമുക്ക് സ്വയമായിട്ടൊരു തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. ഒരു കെട്ടിടം പണിയാൻ ആരംഭിക്കുമ്പോൾ ആ കെട്ടിടം പണിയുടെ ഫൗണ്ടേഷൻ അതിന്റെ കുഴിയെടുക്കുന്ന വാനമെടുക്കുന്ന സമയം തൊട്ട് അതിനു വേണ്ട നല്ല സാമഗ്രികളും കൊണ്ടുവന്ന് കൂട്ടി ഓരോന്ന് അതിനോട് കൂട്ടിച്ചേർത്ത് തറയുടെ പൊക്കമാക്കിയെടുത്ത് പിന്നെ തറയിൽ നിന്ന് പിന്നെ ചുവരുകെട്ട് തുടങ്ങുന്നിടം തൊട്ട് അത് ഫിനിഷിങ് ചെയ്യുന്നിടം വരെ അതിന് എന്തെല്ലാം ആവശ്യം വേണമെന്ന് ആ പണിയുന്ന മേസ്തിരിക്കും കെട്ടിട ഉടമയ്ക്കും അറിയാവുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസി അല്ലെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തെല്ലാം വേണമെന്നുള്ളത്, ഏതെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളത് നിനക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. യേശു അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ അധികാലത്ത് ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു ഒരു നിർജ്ജന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ തന്റെ പകൽ സമയത്ത് നടക്കേണ്ട ശുശ്രൂഷയ്ക്കകത്ത് എന്തെല്ലാം പ്രാപിക്കണമെന്നുള്ളത്, എന്തെല്ലാം ശുശ്രൂഷ വെളിപ്പെടണമെന്നുള്ള യേശുവിന് നല്ല ബോധ്യമായിരുന്നു. ഹല്ലേലൂയ. അത് നമ്മൾ അനുഭവത്തിലേക്ക് വരണം. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിന് ഉയർച്ചയില്ലാതെ, നിന്റെ കുടുംബത്തിന് മഹത്വമില്ലാതെ, നിന്റെ ജീവിതത്തിന് സന്തോഷമില്ലാതെ, നിന്റെ തലമുറയ്ക്കൊരു വിടുതലില്ലാതെ, നിന്റെ ജോലിയിലും മാറ്റം ശുശ്രൂഷയ്ക്കൊരു വിശാലതയില്ലാതെ എന്നും കൊന്നും നീ ഒരേ നിലയുടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ മനസ്സ് പുതുക്കി മാനസാന്തരം മടങ്ങി വന്ന തെറ്റുകൾ എവിടെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ ഏറ്റുപറഞ്ഞ് ആരോടെങ്കിലും പൊരുത്തപ്പെടുവാനുണ്ടെങ്കിൽ, നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചെന്ന് നിരപ്പ് പ്രാപിച്ചിട്ട് ഹല്ലേലൂയ നിങ്ങൾ ശുശ്രൂഷ ചെയ്തെടുക്കണം. ഞാൻ വളരെ പാപിയായിട്ട് ജീവിച്ച മനുഷ്യനാണ്. വളരെ പാപി എന്ന് പറയും, വളരെ പാപി, നിങ്ങളെക്കാളെല്ലാം കൊടിയ പാപിയായിരുന്നു ഞാൻ. ക്രിമിനലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ യേശുവിനെ കണ്ടുമുട്ടുന്നത്. 2000 ഞാൻ യേശുവിനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. 2000 ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയതാണ് ശേഷമായി പിന്നീട് ഹല്ലേലൂയ ഞാൻ നാളുകൾ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവവചനമൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്വന്തം നാട്ടില് എൻ്റെ സ്വന്തം നാട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം നാട്ടിൽ ഞാൻ ചെന്ന് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം അവിടുത്തെ ദൈവസഭയോട് ചേർന്ന് ഒരു കൺവെൻഷനായിട്ട് പങ്കെടുത്ത് ആദ്യത്തെ എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് എനിക്ക് തന്ന സമയത്തിനകത്ത് ആദ്യം ഞാൻ എൻ്റെ ദേശക്കാരോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സ്വന്തക്കാരോട്, എൻ്റെ കൂട്ടുകാരോട്, സുഹൃത്തുക്കളോട്, ഞാൻ ജീവിച്ചു പോകുന്ന എൻ്റെ ദേശക്കാരോട് മാപ്പ് ചോദിക്കുക ചെയ്തത്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പണ്ട് ഞാൻ ഇവിടെ താമസിച്ചപ്പോൾ ഒരു ക്രിമിനലായി, നിങ്ങൾക്ക് ഉപദ്രവകാരിയായി, നിങ്ങൾക്കൊരു പേടി സ്വപ്നമായി ഞാൻ ഈ ദേശത്ത് പാർത്തു. എന്നാൽ ദൈവം എന്നെ തൊട്ടപ്പോൾ എൻ്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് യേശുവിന്റെ സാന്നിധ്യം വന്ന് എന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ, കുറ്റബോധം വന്നപ്പോൾ, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ നിങ്ങളോടെല്ലാം നിരപ്പ് പ്രാപിക്കണം ദൈവാത്മാവിനോട് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോടെല്ലാം മാപ്പ് ചോദിക്കുന്നു പറഞ്ഞ് എൻ്റെ നാട്ടിൽ ശ്രമിച്ചു. ചിലർക്കൊക്കെ ഭയങ്കര മടിയാ, ലജ്ജയാ. നമ്മൾ ഒരാളോട് നിരപ്പ് പ്രാപിക്കുന്നതിനും ഒരാളോട് നേരിട്ട് മാപ്പ് ചോദിക്കും നമ്മൾ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. അത് നമുക്ക് ശുശ്രൂഷയ്ക്ക് വിജയമാക്കി തീരണമെങ്കിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇടവിടാതെ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാം, ദാനിയേലിന്റെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വളരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു.
നീ ഇടപെടാതെ സേവിച്ചു വരുന്നതിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. ലേറിയ സ്തോത്രം. ഇവിടെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടിട്ട് രാജാവ് പറഞ്ഞ കാര്യമാണ്. ഇന്ന് നീ ഇടപെടാതെ സേവിച്ചു വരുന്നതിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. പ്രാർത്ഥിക്കരുതെന്ന നിയമം നിലവിലുണ്ടായിരുന്നിട്ടും അല്ലേലൂയ ആമേൻ ബാബേൽ ദേശത്ത് ഉണ്ടായിരുന്നിട്ടും ദാനിയേൽ 3 പ്രാവശ്യം ഒരു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമായിരുന്നു. ഭാവിയിൽ പ്രാർത്ഥിക്കാൻ ദൈവമില്ല. പ്രവാസികളായി കൊണ്ടുവരിക്കുന്ന ഇസ്രായേലിൽ പ്രാർത്ഥിക്കാനോ ദൈവത്തെ സ്തുതിക്കാനോ ഒന്നും അവർക്ക് അവകാശമില്ല. കുറ്റകരമാണ്. എന്നിട്ട് പോലും ആമേൻ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം യെരൂശലേമിനെ തിരിഞ്ഞുകൊണ്ട് അതിനെ മുട്ടുകുത്തി ദാനിയേൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നിയമത്തെ ഭയപ്പെട്ടില്ല. ബാബേലിന്റെ അധിപതികളെ ദാരിയവേശിനെ ഭയപ്പെട്ടില്ല. തന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടി ദാനിയേൽ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിക്കുന്ന നിയമം നിലവിലുണ്ടായിരുന്ന ബാബേൽ ദേശത്ത് ദാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവന്റെ അസൂയക്കാരത് കണ്ടു. എന്നാൽ ദാനിയേലിനോട് കൂടെ എപ്പോഴും ആമേൻ അടുത്ത് ഹല്ലേലൂയ പഴകിയ രാജാവോ അവൻ 3 പ്രാവശ്യമല്ല ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കി. ഹല്ലേലൂയ. അപ്പൊ ഈ ദാര്യാവേശ് രാജാവ് ദാനിയേലിനോട് വളരെ ഇടപഴകിയിട്ടുണ്ട്. കാരണം ദേശത്തെ പ്രധാനിയാണല്ലോ ദാനിയേലും. അപ്പൊ രാജാവ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് കണ്ട ദാനിയേലിന്റെ ശത്രുക്കൾ രാജാവിനോട് പറഞ്ഞപ്പോഴും രാജാവ് എന്ത് ചെയ്തു? ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ച് അവൻ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അതേ സ്നേഹിത, നീ ഇടപെടാതെ പ്രാർത്ഥിക്കണം. സ്തോത്രം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. ഇതല്ലോ ക്രിസ്തുയേശു നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടമെന്ന് അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് ഇടപെടാതെ പ്രാർത്ഥിക്കണം. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ നിന്റെ മാതാവിനോ പിതാവിനോ കഴിയില്ല കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ നിന്റെ സഭയ്ക്ക് കഴിയത്തില്ല, നിന്റെ ദൈവദാസന് കഴിയത്തില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ നിന്റെ ഭർത്താവിനോ ഭാര്യയ്ക്കോ കഴിയത്തില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന മക്കൾക്ക് കഴിയത്തില്ല, അയൽവാസികൾക്ക് കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു പ്രമാണിമാർക്കും മത നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒരു ഉന്നതന്മാർക്കും നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയത്തില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന യേശുവിന്റെ സന്നിധിക്ക് വന്ന് നിന്റെ പാപഭാരങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് നിന്റെ വിഷയങ്ങളെ മുഴുവൻ നീ ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെച്ചത് ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ എറിഞ്ഞു കളഞ്ഞെങ്കിലും ആമേൻ ദൈവം തന്റെ ദൂതനെ സിംഹത്തിന്റെ വായടച്ചതുപോലെ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ വായെ അടയ്ക്കുവാൻ ദൈവം തന്റെ ദൂതനെ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇറക്കും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? രാജാവിന്റെ അരമനയിൽ ജോലി ചെയ്ത ദാനിയേൽ എപ്രകാരം ഇടപെടാതെ പ്രാർത്ഥിച്ചു എന്നുള്ളത് രാജാവ് ദാനിയേലിന്റെ അടുക്കൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചെന്ന് മനസ്സിലാക്കി. മന്ത്രി ദേശത്തിൽ ഇനി എത്ര മാസത്തേക്ക് ധാന്യം ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു. അല്ലെ രാജാവ് നീ സ്തോത്രം നമ്മുടെ ദേശത്തിൽ ഇനിയും 10 മാസങ്ങൾക്ക് 10 മാസങ്ങൾക്കുള്ള ആഹാരം ഹല്ലേലൂയ മതിയായ ധാന്യമുണ്ട് ഹല്ലേലൂയ എന്ന് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ആഹാരം കുറയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ കലത്തിലെ മാവ് തീരത്തിന്റെ ഫലയിലെ എണ്ണ കുറയില്ല. നിന്റെ ശൂന്യതയെ മാറ്റുന്നവനാ ദൈവം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച എന്റെ ആതിരുകളൊന്ന് വിശാലമാക്കണം. നിന്റെ ഭവനത്തിന്റെ ശൂന്യത മാറുവാൻ, നിന്റെ നിന്റെ ഭവനത്തിലെ ദാരിദ്ര്യം മാറുവാൻ, നിന്റെ കലത്തിൽ മാവ് നൽകുവാൻ, നിന്റെ ഫലയിൽ എണ്ണ കുറഞ്ഞു നിൽക്കുവാൻ, നിന്റെ മക്കൾ പട്ടിണി കിടക്കാതിരിക്കണമെങ്കിൽ, നീ ദാരിദ്ര്യത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, നിനക്ക് രോഗസൗഖ്യം വേണമെങ്കിൽ, ശാപം മാറണമെങ്കിൽ, പാപം മാറണമെങ്കിൽ, ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദേശത്തിലെ പോരുകൾ ആഭിചാര മന്ത്രവാദ പൂർവോത്തര ശുദ്രശക്തികളുടെ കയ്യിൽ നിനക്ക് വിടുതൽ ആവശ്യമാകണമെങ്കിൽ എന്നെ കേൾക്കുന്ന സ്വഭാവം നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ നിനക്ക് ഒന്നിനും വിജയിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നവൻ മാത്രമേ വിജയിച്ചുള്ള ചരിത്രമുള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഹല്ലേലൂയ തടവിലാണെങ്കിലും പത്മോസിന്റെ ഏകാന്തതയിലും ദൈവത്തെ കുറ്റം പറയാതെ ഹല്ലേലൂയ തന്നെ പത്മോസിലേക്ക് നാടുകടത്തിലൂടെ ദൈവദോഷം പറയാൻ ദൈവത്തിനെതിരെ ദൂഷണം പറയാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പത്മോസിന്റെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ച യോഹന്നാനാണ് ദൈവം ഇനി ഭാവി സംഭവിക്കാനുള്ള വെളിപ്പാടുകൾ കൊടുത്തത്. അതാണ് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തി വെച്ചത്.
എന്നെ കേൾക്കുന്ന തോന്നാവിൽ നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഭൂമി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം നിനക്ക് വെളിപ്പാടായിട്ട് തരും, ദൈവം നിനക്ക് ദർശനമായിട്ട് നൽകും. ദൈവം നിന്നെ പ്രവചനത്തിന്റെ ആത്മാവിൽ നിറയ്ക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. പ്രവചനാത്മാവിൽ നിനക്ക് നിറയണമെങ്കിൽ, പ്രവചന ദൂത് നിനക്ക് പറയുന്നെങ്കിൽ, പ്രവചന ശബ്ദം നിനക്ക് കേൾക്കണമെങ്കിൽ, പ്രവചനം നിന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. പ്രവചിക്കണമെങ്കിൽ ദൈവത്തിന്റെ ദൂത് നീ പ്രാർത്ഥിക്കണമെങ്കിൽ നീ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം നിന്നിലൂടെ വരാൻ പോകുന്ന കാര്യങ്ങളെ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുകയുള്ളൂ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടണമെങ്കിൽ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറന്നേക്ക് കിട്ടണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. രക്തം ചെയ്യാം. അതുകൊണ്ട് ഇതുപോലെ നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങിവ. രക്തം ചെയ്യാം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറന്നേക്ക് കിട്ടി അത് ജനത്തോട് പറഞ്ഞ സഭയോട്, ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, ഭവനത്തിലുള്ളവരോട്, രാജ്യത്തോട്, രാഷ്ട്രങ്ങളോട്, അധികാരികളോട്, ഭരണാധിപന്മാരോട്, ന്യായാധിപന്മാരോട് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മറന്നേക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന നന്മയെക്കുറിച്ചും തെറ്റെക്കുറിച്ചും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും നിനക്ക് ശക്തമായി അറിയിക്കണമെങ്കിൽ നീ പ്രാർത്ഥനയിലേക്ക് മുഴങ്കാലം അടക്കണം. മലേറിയ പ്രാർത്ഥിക്കരുതെന്ന നിയമം ഭാവിയിൽ നിന്നിട്ട് മലേറിയ പ്രാർത്ഥിക്കരുതെന്ന നിയമം ഭാവിയിൽ ഉണ്ടായിരുന്നിട്ട് ദാനിയേൽ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. രാജാവിന് മനസ്സിലായി ഇവരെ വിട്ടുവിടാതെ പ്രാർത്ഥിക്കുന്നവനാണ്. ഇവരെ പ്രാർത്ഥനയെ തടയാൻ പറ്റത്തില്ല, അവരുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമിടാൻ പറ്റത്തില്ല. അവർ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. ദൈവത്തോടുള്ള പ്രാർത്ഥന തടയാൻ പറ്റില്ല. മനുഷ്യരോട് പ്രാർത്ഥിക്കുന്നത് തടയിടാൻ പറ്റും, എന്നാൽ ദൈവത്തോടുള്ള പ്രാർത്ഥന തടയിടാൻ പറ്റത്തില്ല. രാജാവിന് പോലും മനസ്സിലായെങ്കിൽ എന്നെ കേൾക്കുന്ന മോറാകിനി പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. നിന്റെ കുടുംബത്തിന്റെ കെട്ടുകളും ബന്ധനങ്ങളും, നിന്റെ രോഗബന്ധനങ്ങൾ, നിന്റെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളുടെ മാനസിക നിരാശകൾ, മാനസികനെ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, നിന്നെ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളും ആമിച്ചാടെ മാത്രമാണ് ദേശത്തിന്റെ പോരുകൾ ദൈവം നിന്നെ വിടിവിക്കുവന്ന് പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിലെ പിശാചിന് വേദനക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നതിന്റെ കുടുംബത്തിലെ പിശാചിന് വേദനക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവൻ പരാജയപ്പെടും. അല്ലേലിയ. അതുകൊണ്ട് അല്ലേലിയ ആരംഭത്തിൽ രാജാവിൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ സ്തുതിക്ക് സ്തോത്രത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ കൂടെ സ്തുതിച്ചാനന്ദിച്ചു കയറുമ്പോൾ, പ്രാർത്ഥനയുടെ ആത്മാവ് നിറയപ്പെട്ട് കഴിയുമ്പോൾ അല്ലേലിയ നിന്റെ പ്രാർത്ഥനയ്ക്ക് അകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുമ്പോൾ, ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ നാവുകളെ പ്രവചനത്തെ ആത്മാവ് നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പറയട്ടെ, നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവചനത്തിന്റെ ആത്മാവ് നിറയ്ക്കാൻ പോവുകയാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ദൈവം മറന്നേക്ക് നിനക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. മറഞ്ഞിരിക്കുന്നതിന്റെ ദൈവത്തിന്റെ മർമ്മങ്ങളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുക. നീ പ്രാർത്ഥിക്കുന്നതിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയിൽ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ താഴ്ചയിൽ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരന്റെ രോഗത്തെ നീ സൗഖ്യമാക്കാൻ പോവുകയാണ്. നാളുകളായി നിന്നെ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളുണ്ട്, ചില ബന്ധനങ്ങളുണ്ട്, ചില പാരമ്പര്യത്തിന്റെ പോരുകളുണ്ട്, ചില ആഭിചാര ശക്തികളുണ്ട്. നീ ഉയരരുത്, നിന്റെ കുടുംബം ഉയരരുത്, നിന്റെ മക്കൾ ഉയരരുത്, നിനക്കൊരു നല്ല ഭാവി കിട്ടരുത്, നീ നല്ലൊരു വീട് വെക്കരുത്, നീ ഒരു നല്ല സ്ഥലം വാങ്ങരുത്, നല്ല വസ്ത്രം ധരിക്കുന്ന നല്ല ഭക്ഷണം ധരിക്കരുത്, നിന്റെ മക്കൾ നന്നായി ജീവിക്കരുത്, നിന്റെ മക്കൾ നല്ല ജോലി കിട്ടരുത്, നിനക്ക് നല്ലൊരു വാഹനം വാങ്ങരുത്, ഓർത്തും നിരക്കെതിരെ ചില തന്ത്രങ്ങൾ മാത്രങ്ങൾ നിരയുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. അതിനെ തകർക്കുവാൻ നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. അതെ, ദൈവം നീ പ്രാർത്ഥിക്കുമ്പോൾ സകല ബന്ധനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് നീ മുന്നേറാൻ തുടങ്ങും. അല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന മുമ്പിൽ കാരാഗ്രഹം പോലും തുറക്കപ്പെടുമെന്ന് വേദപുസ്തക ചരിത്രമുണ്ടല്ലോ. പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് കാരാഗ്രഹം പുറത്തു വന്നില്ലേ? പ്രാർത്ഥിച്ചപ്പോൾ പൗലോസും ശീലാസും അല്ലേയ ബന്ധനങ്ങൾ വിടുവിക്കപ്പെട്ടില്ലേ? അത് നീ പ്രാർത്ഥിച്ചാൽ ബന്ധനങ്ങൾ നീ വിടുതൽ പ്രാപിക്കും. കണ്ണുകളടച്ചാട്ട് ദൈവം തന്നെ അനുഗ്രഹിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഇന്ന് പകൽ കർത്താവേ യേശു ആദ്യകാലത്ത് ഇരുട്ടോട് അവൻ എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്തിൽ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്ത ലോക രാജ്യങ്ങൾ 800 കോടി ജനം, ഇന്ത്യയിലെ 145 കോടി ജനം, ദൈവസഭ, ദൈവമക്കൾ, അധികാരികൾ, ഭരണാധിപന്മാർ, ജയശ്വന്റെ ഭാര്യ, ബഹുമാനി, യുവരത്തെ വാർത്തകിലും ജ്ഞാനപ്പെടുത്ത അശന യാച ഓർഫണ സകല ജനങ്ങളും ദിവസം പ്രാർത്ഥനയ്ക്ക് മടങ്ങി ഒരു മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് ദൈവത്തെ വിശുദ്ധയെ തികച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവം തന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവ് ചില ബന്ധനങ്ങൾ അഴിയിട്ട്, ചില കെട്ടുകൾ പൊട്ടട്ടെ, ചില രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ചില കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നാളുകളായി കർത്താവ് കടക്കണിയാൽ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങൾ വിടുതൽ, വിദേശ രാജ്യം കഷ്ടം സഹിക്കുന്നവർക്ക് ചില വിടുതൽ കൊടുക്കണമേ. ചില ക്രിമിനൽ അകപ്പെട്ട് കിടക്കുന്നവർ, ചില വ്യാജ പരാതിയിൽ, ചില അപവാദത്തിൽ വീട് കിടക്കുന്നവർ വിടുതൽ കൊടുക്കാനായി യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഈ കാലഘട്ടം യൗവനക്കാരെ, യുവനക്കാരികളെ, യുവക്കന്മാരെ
ദൈവദാസന്മാരെ ഈ ദിവസം കൃപാവരങ്ങളെ നിറച്ച് ദൈവിക വെളിപ്പാട് കൊടുത്ത് അപ്പോസ്തലൻ പ്രവാചകൻ ദിവസത്തേനുമായി ദിവസം ഒരു കൂട്ടം ജനത്തെ സഭയിൽ ഉണർന്നു വേണ്ടി ഒരു വലിയ ഉണർവിന്റെ കാലഘട്ടമായി ദൈവസഭയ്ക്ക് ശുശ്രൂഷ വെളിപ്പെടുന്ന ലോകമെമ്പാടും ഉണർവിന്റെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവനെ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. ദൈവസഭ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. ആരാധനയുടെ സ്തുതിയുടെ സ്വോത്രങ്ങൾ ഉയരട്ടെ. ഈ ലോകത്തിന്റെ മ്ലേച്ഛത മാറ്റിവെച്ചുകൊണ്ട് യേശുവിനോട് ചേർന്നിരിക്കുന്ന പറ്റിയിരിക്കുന്ന ആമേ ശുശ്രൂഷയ്ക്ക് അത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും നടക്കത്തക്ക നിലയിൽ എല്ലാവരും ഈ അക്ഷരത്തെ ശക്തമായി സഭ ഉപയോഗിക്കുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.